നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്, പോളോ GTയുടെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റിലാണ് ഇന്ന് കസ്റ്റം ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, കാരണം അതിൻ്റെ ക്വാളിറ്റി സൈഡ് ഭയങ്കര മോശമാണ്. ബിൽഡ് ക്വാളിറ്റി ഇല്ലാത്ത ലൈറ്റ് എന്ന് തന്നെ തീർച്ചയായിട്ടും പറയണം, കാരണം വെളിച്ചവും മോശമാണ്. ജസ്റ്റ് ഒരു ഫാൻസി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാനും കഴിയും. അപ്പോൾ എന്തായാലും കസ്റ്റമർ അതിൻ്റെ ആ ഒരു അപ്പിയറൻസിൽ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറേ ഒരു ലോങ് ഡിസ്കഷന് ശേഷം ഇതിന് വരുന്ന പോരായ്മകളും പ്രശ്നങ്ങളും എല്ലാം അദ്ദേഹം മനസ്സിലാക്കി എല്ലാം കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ വർക്ക് എടുത്തതും ഈ വർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്തത്? ഈ പറയുന്ന Hella G5 പ്രൊജക്ടർ ചെയ്ത് കഴിയുമ്പോൾ അതിലെന്താണ് പെർഫോമൻസ് കിട്ടിയത്, എങ്ങനെയാണ് അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് ആ Volkswagen GTയുടെ ഹെഡ്ലൈറ്റ്. ഇതിൽ അപ്പിയറൻസിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, നല്ലൊരു ഭംഗിയുള്ള ലുക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ആണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിഫോർ വീഡിയോ ഞാനായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യത്തിന് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ബിഫോർ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. ആ വീഡിയോ ഇടണോ വേണ്ടയോ എന്നും ഞാൻ ആലോചിച്ചിരുന്നു, കാരണം ഈ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും അതിന് ശേഷം പിന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉള്ള ക്ലിപ്പിംഗ്സൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ തട്ടിക്കൂട്ടി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് ഡ്രൈവാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നമുക്കറിയാം, Hella G5 പ്രൊജക്ടർ എവിടെ വെച്ചാലും സെയിം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ആ ഒരു രീതിയിലാണ്. ചെറിയൊരു പ്രശ്നം വന്നേക്കുന്നത്, അതിൻ്റെ ആ പ്രൊജക്ടർ ഫുള്ളായിട്ട് എക്സ്പോസ്ഡ് ആവുന്നില്ല, കാരണം ഒരു കുറച്ച് അതിൻ്റെ അടിഭാഗം കവറായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ ഒരു ഭാഗത്തൊരു ചെറിയൊരു ബ്ലാക്ക് ഏരിയ കാണാം. അത് ശരിക്കും പരിഹരിക്കാനായിട്ടൊരു വഴിയുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഫോഗ് ലാമ്പ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ സെയിം നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം ഇതിൻ്റെ അകത്ത് ഫോഗ് ലാമ്പ് മാറ്റിയിട്ടില്ല. ഒരു നെക്സ്റ്റ് വീക്കിൽ വന്നിട്ട് കസ്റ്റമറായിട്ട് ആ ഫോഗ് ലാമ്പ് മാറിയിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു വീഡിയോ രണ്ടാമത് ഒരു റീടേക്കിലേക്കൊന്നും പോയില്ല. അപ്പോൾ എന്തായാലും അത് താഴെ നമ്മുടെ വണ്ടിയോട് ചേർന്ന് കാണുന്ന ഒരു ഭാഗം ഒരു ചെറിയൊരു ബ്ലാക്ക് ഏരിയ ഉണ്ട്. അത് ആ ഫോഗ് ലാമ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു മെർജ് ചെയ്തിട്ട് ഈ താഴേന്ന് ആ വണ്ടിയോട് ചേർന്നിട്ട് മുതൽ ആ ലോ ബീമിൻ്റെ എൻഡ് വരെ വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ അത് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആസ് യൂഷ്വൽ നമുക്ക് Hella G5 കിട്ടുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടി. അപ്പോൾ എന്തായാലും കസ്റ്റമറും വളരെ ഹാപ്പിയാണ്, കാരണം അദ്ദേഹത്തിന് ആ ഹെഡ്ലൈറ്റിൻ്റെ ലുക്കിൽ സ്പോയിൽ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസ് കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ആ പ്രൊജക്ടർ വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഈ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് വർക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തൊരു ലൈറ്റാണ് ആഫ്റ്റർ മാർക്കറ്റ്. കാരണം ഈ ഒരു അപ്പിയറൻസ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. തന്നെയല്ല, ഈ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റുകൾ പെർഫോമൻസിൽ വളരെ മോശമാണ്. നമുക്കതിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് നേരെയാക്കാനൊക്കെയായിട്ടും പല ലൈറ്റുകളും സാധിക്കാറില്ല. പലരും ഇവിടെ ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യമേ പറയും, അത് നോർമൽ കേസിൽ നടക്കാൻ വഴിയില്ല. കാരണം ലോ ബീം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൈ ബീമിൻ്റെ പൊസിഷനിലും, ഹൈ ബീം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ലോ ബീമിൻ്റെ പൊസിഷനിലേക്കാണ് കിട്ടുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് പറ്റിയൊരു ലൈറ്റല്ല ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ അങ്ങനെ ഒരു സർവീസ് കൊടുക്കാത്തത്. എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്, ഈ ഡിസൈൻ ലൈറ്റുകളുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട്. എല്ലാവരോടും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ അത് വാങ്ങണ്ട എന്ന് തന്നെയാണ് പറയാറ്. അല്ലാതെ എനിക്ക് ആ ലൈറ്റിനോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നും ഉണ്ടായിട്ടല്ല. കാരണം ഇത് നമ്മൾ സർവീസ് ഇവിടെ ചെയ്യുന്നുണ്ട്, ഞാനിവിടെ റീസ്റ്റോറേഷൻ സർവീസും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ലൈറ്റുകളും നമുക്കിവിടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് വന്നതെല്ലാം തന്നെ തലവേദനയായിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലൈറ്റ് വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോയിൽ കൂടുതൽ പറയാനുള്ളത് തന്നെയാണ്, ഈ ലൈറ്റുകൾ നമുക്ക് അധികം ഒരു പെർഫോമൻസ് സൈഡിലേക്ക് നോക്കിയിട്ട് വാങ്ങാതിരിക്കുക. നിങ്ങൾക്കൊരു അപ്പിയറൻസ് മാത്രമേ അതിൻ്റെ അകത്ത് ബോദർ ചെയ്യുന്നുള്ളൂ എങ്കിൽ, ഹെഡ്ലൈറ്റും കൊണ്ട് അപ്പിയറൻസ് മാത്രമേ ബോദർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റിലേക്ക് പോവാം. അതല്ല, പെർഫോമൻസ് ആണ് നോക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ലൈറ്റ് തന്നെയായിരിക്കും നല്ലത്. അതിലെന്തെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്യാനാണെങ്കിലും ആ ലൈറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. മീൻസ് ഞങ്ങളെപ്പോലുള്ള ഇത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുകൊണ്ടാണ് ഈ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റുകൾ ഞാൻ അധികം അങ്ങ് എൻ്റർടൈൻ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് Hella G5 പ്രൊജക്ടർ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുള്ള 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള HID ബൾബും 55 വാട്ട് കിക്ക് സ്റ്റാർട്ട്
ബാലാസ്റ്റുമാണ് നമ്മൾ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വാം കളറായിട്ടുള്ള ലൈറ്റാണ് നമുക്ക് ലോ ബീമിലും ഹൈ ബീമിലൊക്കെ കിട്ടുന്നത്. അത് തീർച്ചയായിട്ടും ഈ മഴയുള്ള സമയത്തും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഫോഗുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും മഴ മാറി കഴിയുമ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും ഒരു ഇവാപറേഷൻ പോകുന്ന ഫോഗല്ല ശരിക്കും ഒരു ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന വാട്ടർ വേപ്പേഴ്സിൻ്റെ ഉള്ള ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കൂടിയും നമുക്ക് വൃത്തിയായിട്ട് റോഡ് കണ്ട് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. ചെറിയ യെല്ലോയിഷ് ടിഞ്ച് ഉള്ളതാണ് എപ്പോഴും ലൈറ്റുകൾക്ക് നല്ലത്. വൈറ്റ് ലൈറ്റ് കാണാനായിട്ട് ഭംഗിയാണ്, പക്ഷേ നമുക്ക് പെർഫോമൻസ് സൈഡിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. മഴയും അതുപോലെ തന്നെ മഞ്ഞൊക്കെ വരുന്ന സമയത്ത് വൈറ്റ് ലൈറ്റുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ മോശം പെർഫോമൻസ് ആണ്. ഇപ്പോൾ വരുന്ന ന്യൂജൻ LED ഹെഡ്ലൈറ്റുകളെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിലാണ് പ്രശ്നമാകുന്നത്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവാണ്. അതുപോലെ തന്നെ വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പലരും ബ്രൈറ്റ് ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. അത് പലർക്കും ബുദ്ധിമുട്ടാണ്. ഇതിലെ വരുന്ന പലർക്കും ഈ ഒരു വൈറ്റ് ലൈറ്റ് കൊണ്ട് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ ആക്റ്റീവ പോലെയുള്ള ചെറിയ വാഹനങ്ങൾ, ചെറിയ ടു വീലറുകളുടെ ലൈറ്റുകളാണെങ്കിലും പലപ്പോഴും ഇപ്പോൾ വരുന്നത് LED ആണ്. ഈ LED ലൈറ്റുകൾ നമുക്ക് നമ്മുടെ മുഖത്തേക്ക് അടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പലത് ലോ ബീമിൽ തന്നെ ആയിരിക്കും വരുന്നതെങ്കിൽ കൂടി ആ ലൈറ്റുകൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ്. നമുക്കൊരു പുതിയ വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം, ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.